അപ്പോൾ ഇന്നത്തെ മൂന്നാമത്തെ ട്രെയിലർ വന്നിരിക്കുകയാണ് ബസൂക്ക. ആക്ച്വലി ഇപ്പോൾ ഇവിടെ കൗച്ചില് ആൾക്കാർ ഇങ്ങനെ ചിക്കി നിറഞ്ഞിരിക്കുകയാണ്. കാര്യം ഇക്കെ കാണാൻ വേണ്ടി ആൾക്കാർ അതെ 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 ഇൻട്രോയുടെ ഫിലിം ക്രൂവിന്റെ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഇനി കൂടുക. ഒരാളെ സ്ഥലമില്ലാതെ പുറത്തിരുത്തിരിക്കുക അല്ല, ഞങ്ങളുടെ വീഡിയോ കാണുന്ന 5 പേരും ഇതിനകത്തുണ്ട്. ഈ വീഡിയോ അതെ അതെ ഇനിയിപ്പോ വീഡിയോ കാത്തിരിക്കും ഇവരെല്ലാരും അല്ലേ? ആരും കാണും വീഡിയോ ഒക്കെ. അപ്പൊ നമുക്ക് ബസൂക്കയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. കയ്യ ചൂടോടെ നമുക്ക് ബസൂക്കയുടെ ട്രെയിലർ കണ്ടു നോക്കാം. ഇതെന്താ തമിഴാണ്? അണ്ണനിവിടെ ചേക്കേറി അരുൺ ഇത് മറ്റേ ബ്യൂട്ടിഫുൾ എടുത്ത വീടാണ്. പ്രശ്നക്കാരനാണോ എന്ന് ചോദിച്ചാൽ I don't think so. Because that's too simple a word to describe. ഇതൊരു കളിയാണ്. നിമിഷ് രവിയാണോ? ഈ കളിയുടെ അവസാന മോക്ഷം മോക്ഷത്തിലേക്ക് നിന്നെ നയിക്കാൻ കർമ്മത്തിന്റെ പടങ്ങളുണ്ടാവും. ഒപ്പം കാമത്തിന്റെ സ്വീകാരം മുഴക്കുന്ന ശുദ്ധശക്തികൾ നിങ്ങളുടെ നിമ്മതിയിലേക്ക് പതിപ്പിക്കും. ഈ കുരയ്ക്കുന്ന പട്ടികളൊന്നും കടിക്കാറില്ലല്ലോ. കുരയ്ക്കുന്ന പട്ടികളൊന്നും ചുട്ടും ഉപ്പിനെ ചുട്ടും സർക്കിട്ട് ഡിനോ ഡെന്നിസ് അല്ലേ? വേറെ മോഡുലേഷൻ ഒക്കെ അല്ലേ സൗണ്ടിൻ്റെ? ഇപ്പോൾ ബസ് പക്ഷേ ഞാൻ വിചാരിച്ചു മറ്റേ പക്ക ആക്ഷൻ ത്രില്ലർ. ആക്ച്വലി ഇപ്പൊ ഈ ട്രെയിലറിൽ കാണിച്ച ഒരു ഫൈറ്റ് ഇല്ലേ, അത് തന്നെയാണ് ഒരു ടീച്ചറും കാണിച്ചത്. കണ്ടിട്ടുണ്ട് ടീച്ചർ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ പടത്തിൽ ആക്ഷൻ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ മൂടതാണല്ലോ, ആക്ഷന്റെ മൂടാണെങ്കിലും ഇങ്ങനെ ഒരു ഹാൻഡ് ഹാൻഡ് കോമ്പാക്ട് ഈ താടിയൊക്കെ ഇത്ര വളർത്തിയാൽ ആ സമയത്ത് എടുത്തതായിരിക്കും. കാരണം അല്ലല്ല ഡെന്നിസ് ഓഫ്മാന്റെ മോനാണ്. ബസൂക്ക മറ്റേ ലോക്കൽ ലോഞ്ചർ അല്ലേ? വേറെ എന്തെങ്കിലും അർത്ഥത്തിലായിരിക്കും അത്. എന്തെങ്കിലും ഇത് മറ്റേ ഗെയിമിന് ഗെയിം ത്രില്ലർ അങ്ങനെയാണ് ഇതിന്റെ ജോണർ അവർ പറയുന്നത്. എന്തൊരു ഗെയിം വലിയ പടം തോന്നുന്നില്ല. പിന്നെ ഇത് ഈ പടം ഇപ്പൊ എത്ര നാളായി ഷൂട്ട് കഴിഞ്ഞ് എന്തോ ഇവര് ടീസറൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായിട്ടുണ്ട്. കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരുപാട് സമയം എടുക്കുന്നു. കഴിഞ്ഞ വർഷം മാറ്റി വെക്കുന്നുണ്ട്. പക്ഷേ നിമിഷ് രവിയുടെ ക്യാമറ വർക്ക് ഭയങ്കര സ്കോപ്പ് കൊടുക്കുന്നുണ്ട്. അത് മീൻസ് വിഷ്വലി ഭയങ്കര വലിയ സംഭവമായിട്ട് ഫീൽ ചെയ്യും. കൂടുതലും ഇതിനകത്ത് മറ്റേ സ്ക്രീൻ ടൈം കുറവെന്ന് തോന്നുന്നു. സ്ക്രീൻ ടൈം ഏറ്റവും കൂടുതൽ ആക്കുന്നത് GVM. ആക്ച്വലി ഇത് എന്റെ പടമാണ്. ഗസ്റ്റ് റോളിൽ അഭിനയിക്കുന്നതേ ഉള്ളൂ. അതായത് എല്ലാ പടത്തിലും പുള്ളി ഒരേ ടൈപ്പ് തന്നെയാണ്. മറ്റേ പുള്ളിയെ വിളിക്കുന്ന തന്നെ പുള്ളി എന്താണോ അതങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ലൈനിലാണ് വിളിക്കുന്നത്. അല്ല പുള്ളിക്ക് ഒരു ക്യാരക്ടർ കൊടുത്തത് നിങ്ങൾ ഈ ക്യാരക്ടറായി മാറുക എന്നുള്ള പരിപാടി ഒന്നും പറയുന്നില്ലല്ലോ.
EMI അടക്കട്ടെ. ഏത് സ്റ്റേഷനിലെ പോലീസുകാരനാന്നാ ചോദിക്കുന്നത്, അതേ ഉള്ളൂ. ഒരു പണം പെട്ടിയിരിപ്പുണ്ട് 5-7 വർഷമായി. അതിന് കുറച്ച് കട ഇങ്ങനെ അടച്ചോണ്ടിരിക്കുക ഓരോ പടത്തിൽ. ഇറക്കാൻ പറ്റൂ. അപ്പൊ പുള്ളിയെ നമ്മൾ സഹിച്ചാൽ ആ പടം ഇറങ്ങും. തമിഴ് മലയാളം സ്കോപ്പ് ഉള്ളു പുള്ളിക്ക്. അതെ. അല്ല പക്ഷെ ഉള്ള സംഭവം പുള്ളി നീറ്റായിട്ട് ചെയ്യും, കുഴപ്പമില്ല. ഇതിൽ തന്നെ മെയിൻ നരേഷൻ ഫുള്ള് ചെയ്തേക്കുന്ന പുള്ളി. സംഭവം ഇങ്ങനെ കാണാനൊക്കെ രസമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും പരിപാടിയൊക്കെ ആയിട്ട് ഒരു സ്റ്റൈലാണ് പടം. അതെ തന്നെ സ്റ്റൈലാണ്. ഇന്നിറങ്ങിയ ഇതിനു മുമ്പ് ഇറങ്ങിയ രണ്ട് പടങ്ങളും കുറച്ചുകൂടെ ലൈവാ. ഇത് കുറെ കൂടെ ഇപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ സ്ലോ മോഷനും പരിപാടിയൊക്കെ ആയിട്ട് പ്രോപ്പർ ഒരു സിനിമാറ്റിക് പരിപാടിയാണിത്. സിനിമാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലൈൻ ഒരു സ്റ്റൈലിഷ് ഗെയിം ത്രില്ലർ കളർഫുൾ. ഇതെന്നാ റിലീസ് പറയുന്നത്? ഏപ്രിൽ 10 11 ഏപ്രിൽ 10. 10-ന് 3 പടമല്ലോ. ഏപ്രിൽ 10 2-3 പടം ഉണ്ട്. വേറെ ഏതായിരുന്നു? ജിംഖാന എപ്പോൾ പത്തായിരുന്നല്ലേ? തുടരും മെയിലെന്നോ ഒരു ഇന്റർവ്യൂല് ലേട്ടൻ പറഞ്ഞിരുന്നു. അപ്പോ ഏതായാലും ഇന്നത്തെ ദിവസം മെയിൻ ആയിട്ടൊരു 3 അല്ലേ ഇറങ്ങിയ 3 പടം എഡിറ്റ് ചെയ്ത ഒരാളാണ്. എഡിറ്റ് ചെയ്ത ഒരാളാണ്. 3 പടമല്ല 3 ട്രെയിലർ മരിച്ചു. അത് പക്ഷെ ഇന്ന് ഇറങ്ങിയ 3 ട്രെയിലറും മറ്റേ ജിംഖാനയാണ് ട്രെയിലറല്ല പടം എഡിറ്റ് ചെയ്ത പുള്ളി. പടം എഡിറ്റ് ചെയ്ത, പക്ഷെ പടം എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അതെ, ഒരെണ്ണത്തിന് ക്രെഡിറ്റ്സ് 2 പേരെ വെച്ചിട്ടുണ്ട്. 3 പടം ഇറങ്ങാൻ പോകുമ്പോൾ പുള്ളി മരിച്ചു പോയില്ലേ? എനിക്ക് തുടരുന്ന കാര്യം മാത്രമേ അറിയത്തുള്ളൂ. ഇത് തുടരുമില്ല തോന്നുന്നു, വേറൊരാളെ കൂടെ ക്രെഡിറ്റ്സ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് പകുതി വെച്ച്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന് ഫൈനൽ ടച്ച് ഒക്കെ ചെയ്യുന്നത് വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. ഇപ്പൊ എന്തെങ്കിലും കറക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യണമെങ്കിൽ പുതിയ വേറെ ആൾ വേണമല്ലോ. അതൊരു ടാസ്ക് ആണ് സംബന്ധിച്ച് ഒരു സംഭവം. പിന്നെ മറന്നുപോയൊരു കാര്യമുണ്ട്, വന്ന എക്സ്ട്രാ ആളെ പരിചയപ്പെടുത്തിയില്ല. അത് ഞങ്ങൾ മനഃപൂർവ്വം മറന്നാണ്. പുള്ളിയെ പരിചയപ്പെടുത്തുന്ന വേറൊരു വീഡിയോ ഉണ്ട്. അതൊരു പോഡ്കാസ്റ്റ് ആക്കി ഇറങ്ങാം. അതെ പുള്ളിയെ പരിചയപ്പെടാൻ ഒരു പോഡ്കാസ്റ്റ് തന്നെ ചെയ്യാം. ആലപ്പുഴ ഹൗസ് ബോട്ട് ജെട്ടിയിൽ ചെന്നാൽ താല്പര്യമില്ല. എന്താ ഇഷ്ടമല്ലേ പറയാനാണ് അവൻ ഹൗസ് ബോട്ടാണ്, എല്ലാരും ഹൗസ് ബോട്ട് ഒറ്റ ഫീൽഡായി പോകും. ആലപ്പുഴ ബെൽറ്റാണ് ഇത് അല്ലേ? മടുപ്പ് വീഡിയോ ഡൗൺ ആയി. ഇവര് ബസ്സുക്കെ പറ്റി അതിൽ പറയുന്നത് അറിഞ്ഞിരിക്കുമ്പോഴാണ് സ്വന്തം കാര്യം എന്തുണ്ട് സുഖമാണോ അല്ലേ ആ സാധനമൊക്കെ. മീൻസ് ഭാമാരുടെ പറഞ്ഞ മറ്റേ പെൺകുട്ടിയുണ്ട്, അതായത് നമ്മുടെ മധുരോത്സവം സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ച ആ കൊച്ചാണ്. ആക്ച്വലി ആ പുള്ളിക്കാരിയാണ് ഇവരുടെ കൂടെ ഗൗതം മേനോന്റെ കൂടെ. ഐശ്വര്യ പിന്നെ നമ്മുടെ പുള്ളിക്കാരി വരുന്നത് ഐശ്വര്യ മേനോൻ തമിഴിലൊക്കെ അഭിനയിച്ചു. ക്ലോസപ്സ് ഒക്കെ കുറവാണ്, എല്ലാം കുറച്ച് മിഡ് വൈഡ് കാണാൻ ഭംഗിയുള്ള കുറെ ഷോട്ടുകൾ ഇങ്ങനെ ഒരു. പിന്നെ ഇതാണ് ഞാൻ വിചാരിച്ചു ഫൈറ്റൊക്കെ കാണുമോ ഇരിക്കുന്നു. ഇതാ ആ ടീച്ചറെ കാണിച്ച അതെ വെടിവെപ്പം പരിപാടിയൊക്കെയാണ്. അത് തന്നെ എല്ലാവരും മറ്റേ മുഖംമൂടിയൊക്കെ വെച്ച് തന്ന് വിക്രം വൈബില് മറ്റേ അതെ അത് തന്നെ ഇവരെല്ലാരും വാച്ചൊക്കെ നോക്കി എന്തോ പരിപാടിയൊക്കെ ചെയ്യുന്നു. എന്തോ ഒരു എലിമെന്റ് ഉണ്ട് നമ്മളെ ചിലപ്പോൾ ഇതിനകത്ത് കാണിക്കാത്ത. പിന്നെ ടീച്ചറിൽ ഒരു സംഭവം ചിലപ്പോൾ ഈ ടൈമർ എൻഡ് ചെയ്യുമ്പോൾ എന്തേലും ഒരു റോക്കറ്റ് ലോഞ്ചർ പൊട്ടും എന്തോ ബസ്സൊക്കെ മറ്റേ സാധനം ഇങ്ങനെ പിടിച്ചു പഴയ അർണോളൊക്കെ എടുത്തുകൊണ്ടിരുന്ന സാധനം. പടം അങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമായിരിക്കും. വീഡിയോ കത്തി ഇയാള് മോഹൻലാൽ ഫാനാ കേട്ടോ. ഇറക്കിവിടെ ഞങ്ങൾ അതെ എന്തെങ്കിലും പറയാനുണ്ടേ നിങ്ങൾ കളർ വെച്ചല്ലേ പറഞ്ഞത്, മഞ്ഞ കളർ വെച്ച ഞങ്ങക്ക് തെറി കിട്ടുന്നു. ആ മഞ്ഞ ഇട്ടവെന്ന് പറഞ്ഞത് ഇത് താഴെ വരും. ആ മോഹൻലാൽ ഫാനെ ഇറക്കിവിടെ അതെ വീട് കയറി ഇടിക്കും ആൾക്കാർ കേട്ടോ. നമുക്ക് വെറുതെ നിൽക്കുന്നത് ഗെയിമല്ലേ, ഗെയിം എന്ന് പറയുമ്പോ ആ ഒരു ടൈപ്പ് അല്ലേ മൈൻഡ് ഗെയിം. മൈൻഡ് ഗെയിം കളിക്കുന്നു. എന്താണ് ആവശ്യമുള്ള സമയത്തെ കാണിക്കുന്നുള്ളൂ, ആവശ്യമുള്ള സമയത്തെ പോകും. ഒരു ലൈൻ വെച്ച് നിർത്തിയിരുന്നെങ്കിൽ വെറുതെ കേട്ടേനെ. ഇത് പോവാ ഇത് മതിയല്ലേ. അപ്പോൾ നമുക്ക് ബസൂക്ക ഏപ്രിൽ 10 വരികയാണ്. ഏപ്രിൽ 10 വേറെ റിലീസുകളുണ്ട്. അന്നൊരു മൂവി മാരത്തോൺ തന്നെ അടിക്കേണ്ടി വരും. ഇത് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞാണ്. അതുകൊണ്ട് അതെ അപ്പൊ അന്ന് നമ്മൾ അതിന്റെ റിവ്യൂ ആയിട്ട് വരുമെന്നാണോ പറയുന്നത്? റിവ്യൂ ആയിട്ട് ഓക്കെ നമ്മളെല്ലാവരും കണ്ടാൽ ഡെഫിനറ്റ്ലി റിവ്യൂ ആയിട്ട് വരും. ഇല്ലെങ്കിൽ നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ചൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അടിക്കും.
മനസ്സിലായി. നമുക്ക് പറയാൻ ഒരുപാടുണ്ടെങ്കിലും നമ്മൾ ഇപ്പൊ ഈ ചാനലിൽ റിവ്യൂ ഇല്ല, ഡിസ്കഷൻ. അതെ, നമ്മൾ റിവ്യൂ എന്ന് പറയാറില്ല, ഡിസ്കഷൻ. കാര്യം ഞങ്ങൾ റിവ്യൂ പറയുന്ന പോലെ ഇത് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ പറയുന്നില്ല, നമ്മളങ്ങ് ചുമ്മാ റാൻഡം ആയിട്ട് പറഞ്ഞു പോകല്ലേ. അപ്പോൾ അതേ വൈബിൽ ഈ പടം എല്ലാവരും കാണാൻ സാധിച്ചാൽ ഡെഫിനറ്റ്ലി ഒരു ഡിസ്കഷൻ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നത്. അപ്പുറത്തിരിക്കുന്നവരൊക്കെ ഫോൺ നോക്കിയിരിക്കും. അതെ അതെ, ഇതേ അവസ്ഥയായിരിക്കും. വീഡിയോ പ്ലേ ചെയ്യുന്ന ആൾക്കാർ വീഡിയോ പ്ലേ ചെയ്തിട്ട് ആളുകൾ വേറെ അപ്പുറത്ത് വേറെ ഫോൺ എടുത്തിട്ട് ഇപ്പൊ തന്നെ ഇൻട്രോവേർട്ടർ ഫിലിം ക്രൂ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ബട്ടൺ, ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. അതെ സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് കുറെ കാര്യം ചെയ്യണം. അതാ ആൾക്കാർക്ക് പ്രശ്നം. ഒറ്റ ഒരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ ആൾക്കാർ ചെയ്യും. കാണുക. അതെ, വീഡിയോ കാണുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിലാണ് ഞങ്ങളിവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തത് അല്ലേ? അതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ഇവിടെ ഇരിക്കുമ്പോ. ഇവരൊക്കെ കണ്ടാ വയ്യെന്ന് തോന്നും, പക്ഷെ ഫുൾ എനർജിയാണ്. എങ്ങോട്ടേ പറഞ്ഞു പോകുന്നു. ബസ്സുകട 10 മിനിറ്റ് ആയി.